സസ്പെൻഷൻ ആണ്. ഏത് ബ്രാൻഡ് അത് വരുന്നത്? എയർ1 വരുന്നത്. അതൊക്കെ എങ്ങനെ ഒരു കോസ്റ്റ് വരുന്നത്? ഏകദേശം ഒരു ഓക്കെ 2 സ്റ്റെപ്പിൽ വരുന്നില്ല. ആദ്യം ഒരു സ്റ്റെപ്പും പിന്നെ മേലോട്ട് ഒരു സ്റ്റെപ്പ് ആയിട്ട്. വ്യൂവേഴ്സിന് കുറെ ആൾക്കാർക്ക് ബാങ്കർ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ബ്രോന്റെ രീതിക്ക് ഇപ്പോൾ എത്രത്തോളം ഒരു കോസ്റ്റ് വരുന്നത്? ഈ വണ്ടിയുടെ നമ്മുടെ ടോട്ടൽ ഒരു കോസ്റ്റ് പറയാൻ പറ്റുമോ? റിവീൽ ചെയ്യാൻ പറ്റുമോ? ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇൻസ്റ്റയിലൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ലാവൻഡർ സിവിക്കാണ്. എന്നോട് കുറേ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സിവിക്കാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കുറേ കാലത്തിന് ശേഷം നമ്മളൊരു സിവിക്കും കൊണ്ടുവരുന്നത്. മോഡിഫൈഡ് കാർസ് റിവ്യൂ ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് ചെയ്ത വണ്ടിയും സിവിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതലേ ഞാൻ സിവിക്കായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. മോഡിഫൈഡിൻ്റെ എന്തൂസിയാസ്റ്റുകളൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ് നമുക്ക് ഈ ഒരു സിവിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇൻസ്റ്റയിലൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ലാവൻഡർ പേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിവിക്കാണെന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഓണറെ പരിചയപ്പെടാം. നിങ്ങളുടെ പേര്? അസ്റ്റത്. അപ്പോൾ ഇവർ ടിൻസാണ്. അപ്പോൾ മറ്റേ ആളോടെ പുറത്തോടെ പോയി. അപ്പോൾ ആളും കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻസ്റ്റയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ലാവൻഡർ പേൾ എന്ന് പറയുന്ന കാർ. നല്ല പോപ്പുലറാണ് ഇൻസ്റ്റയിൽ. ഈ ഒരു കളർ കാരണവും അതേപോലെ ഈ വണ്ടിയുടെ വർക്ക് കാരണവും ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ റിയാക്ഷനൊക്കെ? ഭയങ്കര തന്നെയാണ്, അടിപൊളിയാണ്. പോയാൽ അറിയില്ലാരും ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ. കളറും നമ്മളിതിൽ മെയിനായിട്ട് നമ്മൾ എന്തെല്ലാം വർക്ക് എടുത്തിട്ടുള്ളത്? ഇതിൽ മെയിനായിട്ട് ഫുൾ മാറ്റിന് നമ്മൾ ബോഡി കിറ്റ്, ഫ്ലൈ ഡോർ, സൺറൂഫ്, അലോയി എല്ലാം എക്സോസ്റ്റ് എല്ലാം ചെയ്തു. ഒരു കംപ്ലീറ്റ് ഇതിൽ എന്തെല്ലാം മാറ്റാൻ പറ്റും അതൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഓൾമോസ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ എന്തെല്ലാം മാറ്റണം വരുത്തിയിട്ടുള്ളത്? ഹെഡ്ലൈറ്റ്, പിന്നെ ബമ്പർ, അതിനുള്ളൂ. ബമ്പർ ഇത് ഏത് കിറ്റായിരുന്നു? FT2 നമ്മൾ സ്കേർട്ട് ചെയ്ത് ആദ്യം വ്യത്യാസം കാണുന്നുണ്ട്. സൈലം ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ കറക്റ്റ് കളർ ഇത് ഏതാന്ന് പറയാൻ പറ്റുമോ? ഇത് ലാവൻഡർ പേൾ തന്നെയാണ്. അതന്നെയാണ് ലാവൻഡർ പേൾ എന്നുള്ള കളർ തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ അതന്നെ നമ്മളെ വണ്ടിക്കും അല്ല അത് നമ്മൾ മിക്സ് ചെയ്താണോ അതോ ലാവൻഡർ പേൾ മിക്സ് ചെയ്ത് തന്നെയല്ല? അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവില്ല. രണ്ട് കളറോ വെയിലത്ത് നമ്മൾ കാണുമ്പോൾ രണ്ട്. അതാണ് ഈ ഒരു സൈഡിൽ നിന്ന് വേറെ കളറാണ് വരുന്നത്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്രയായി? വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 2 കൊല്ലമായി. അപ്പൊ അന്ന് മുതലേ നമ്മള് വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നോ അതോ? 1 കൊല്ലത്തോളം വണ്ടി വർക്കിൽ തന്നെ. 1 കൊല്ലം കഴിഞ്ഞിട്ട് വണ്ടി ഇറക്കി. 1 കൊല്ലം വർക്ക് തന്നെ. 1 കൊല്ലം വർക്കിലായിരുന്നു അല്ലേ? അപ്പൊ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്ത് ഇറക്കിയതാ. ഇപ്പോഴും ഇങ്ങനെ ഓരോ അപ്ഡേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇനി അപ്ഡേഷൻ ഇല്ല. ഇല്ലല്ലേ? ഇപ്പൊ അങ്ങനെ ഇപ്പൊ പ്ലാനില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം ഡൺ ആയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഷോക്ക്? ഷോക്ക് അടിപൊളി തന്നെയാണ്. ഈ ഷോയില് പോകുമ്പോ ആൾക്കാരെ ഇപ്പൊ കുറെ വണ്ടികൾ ഉണ്ടാവലുണ്ട്. എങ്ങനെ നമ്മളെ വണ്ടി എങ്ങനെ ആൾക്കാര് ശ്രദ്ധിക്കുന്നത്? വണ്ടി മെയിൻ ആയിട്ട് കളറ്, പിന്നെ ബാങ്കറും. ഈ ഒരു ബാങ്കർ കിറ്റ് നമ്മൾ പറയുന്നത് അത് ഒരു ചില്ലറതല്ല. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി എടുക്കാൻ വരുമ്പോ ഈ ബാങ്കർ കിറ്റ് ഉണ്ട് എന്നറിയാം. പക്ഷെ നമ്മള് അതിന്റെ പെർഫോമൻസ് എത്ര ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ മുന്നേ കണ്ടിട്ടുമില്ല വണ്ടി കേട്ടോ. അപ്പോ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. സത്യം പറയല്ല, കിളി പോയിരിക്കുകയാണ്. അത്ര റിയാക്ഷനാണ് ഇതിന്റെ. ഈ ഒരു സൗണ്ട് ഭയങ്കര സൗണ്ടാണ് തരാം. അപ്പൊ അതൊക്കെ എന്തായാലും നമുക്ക് റിയറിൽ പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഫ്രണ്ടിൽ നോക്കാൻ നമ്മൾ ലോഗോ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? കസ്റ്റം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് വർക്ക്സ് കംപ്ലീറ്റ് എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? F&F എടുത്തിട്ടുള്ളത്. മോഡിഫൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡ് തന്നെയാണ് F&F മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഐ ഡി കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വീൽസ് ഒക്കെ ഏതാ ചെയ്തിട്ടുള്ളത്? ആഫ്റ്റർ മാർക്കറ്റ് ആണ്. 17 ഇഞ്ച് 8.5J. 17 ഇഞ്ച് വരുന്നത് 8.5J ആണ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ F&Fന്റെ ലോഗോ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എയർ സസ്പെൻഷൻ ആണ്. ഏത് ബ്രാൻഡ് അത് വരുന്നത്? എയർ1 വരുന്നത്. അതൊക്കെ എങ്ങനെ ഒരു കോസ്റ്റ് വരുന്നത്? ഏകദേശം ഒരു 2 lakhs എടുത്ത് 2 lakhs സംതിങ് വരും അല്ലേ? അടുത്ത് വരും. അതില് പലക്ക് തോന്നുന്നു, എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ പല ഗ്രേഡും അതിൽ കുറഞ്ഞതും ചെയ്യാം അതിൽ കൂടിയും ചെയ്യാൻ തോന്നുന്നുണ്ട്. പല ബ്രാൻഡ്സ് അപ്പോൾ പല റേഞ്ചും വരുന്നുണ്ടല്ലേ ഇതിലിപ്പോ ഈ ഒരു ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള എയർ1ന്റെ ആണ്. ഈ എയർ1ൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നത്? ഫങ്ഷൻസ് ഒക്കെ റിമോട്ട് കൺട്രോൾ ആണോ? റിമോട്ട് കൺട്രോൾ വരുന്നത്, സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ നമ്മള് ചിലത് മൊബൈൽ കൺട്രോൾ ഉണ്ടോ? അതുണ്ട്. ഇത് ചെയ്തിട്ടില്ല അല്ലേ? പിന്നെയാണ് വന്നത്. അതാണ് ചോദിച്ചത് ഞാൻ. പല കാര്യങ്ങളും ഇതിൽ തന്നെ വരുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മള് മിറേഴ്സ് സ്പൂൺ ടൈപ്പ് മിറേഴ്സ് വന്നിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ കോസ്റ്റ് വരുന്നത്? ഈ ഒരു ടൈപ്പ് 9-10 ആ റേഞ്ച് ഒക്കെ വരുള്ളൂ അല്ലേ? ഇതൊക്കെ നമ്മള് ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രോ ഇപ്പൊ ഈ വണ്ടി പണിയുടെ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ അവിടുന്ന് മോട്ടിവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? എല്ലാ വീഡിയോസും കണ്ടിട്ടും പുറത്തുള്ള വീഡിയോസ് അപ്പോൾ അവിടുത്തെ വണ്ടികളൊക്കെ കണ്ടിട്ട് തന്നെ ഇവിടെ പണിതിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ഒരു കളർ ചോയ്സോ?
കളറും നമ്മൾ ഇതേമാതിരി കുറേ തപ്പി യൂണീക്ക് ആയിട്ടുള്ള കിട്ടി. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാണ്ട്, നമ്മൾ സാധാരണ എല്ലാ വണ്ടിയും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മെൻസിനും ബോയ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യല്. ഈ വണ്ടി നമുക്ക് അത് മാത്രം പോരാന്നൊക്കെ തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതിൽ ഫാൻസ് കൂടുതൽ വരുന്നത് ഗേൾസ് ഒന്നും വരുന്നുണ്ടല്ലേ? അല്ല, ഈ ഒരു കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കുള്ള കളറാണ്. എന്നുവെച്ചാൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറായിട്ട് മാറുന്നുണ്ട്. അതാണ് ഈ വണ്ടി ഇത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ടാനും ചാൻസ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ്സിൽ ഒരു കവറിങ് ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് സ്കേർട്ട് വരുന്നത് കിറ്റിന് കൂടെ വരുന്നത് ഈ കിറ്റ് തന്നെ നമ്മൾ ഇത് വരുന്നതല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സൺറൂഫ് ചെയ്തിട്ടുണ്ട്. സൺറൂഫ് നമ്മൾ സിവിക്കിൽ വരാത്ത സംഭവമാണ്. അത് നമ്മൾ കസ്റ്റം ചെയ്ത് മാറ്റം വരുത്തിയിട്ടുള്ളതാണ്. ഇപ്പൊ റിയർ പ്രൊഫൈൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? നമ്മൾ മ്യൂഗാന്റെ സ്പോയിലർ, പിന്നെ 2012 മോഡൽ സിവിക്കിന്റെ തന്നെ ഡൈലൈറ്റ്. ഓക്കെ, പിന്നെ മ്യൂഗാന്റെ ബമ്പർ വന്നിട്ടുള്ളത് അല്ലേ? നമ്മള് പിന്നെ പറയാനുള്ളത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് ബാങ്കർ കിറ്റ് ആണ്, എക്സോസ്റ്റ് ആണ്. എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ട് ഈ ഒരു സൗണ്ട്? എല്ലാവർക്കും ഒരു തന്നെയാണ് അല്ലേ? അത് കാണിച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് കേട്ടിട്ടാണ് എൻ്റെ കിളി തന്നെ പോയി. അപ്പോൾ എങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷോക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഈ ഒരു ബാങ്കറിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെ വരുന്നത്? സീനാണല്ലേ? കാരണം അത്രയും വൈഡായിട്ട് സൗണ്ട്, അത്രയും സൗണ്ടാണ് വരുന്നത്. അത് എന്തായാലും ഞാൻ ഇപ്പം തന്നെ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഡോർസ് ഒക്കെ നമുക്ക് ഫ്ലൈ ഡോറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫംഗ്ഷൻ കാണിച്ചിരുന്നത്. ഓക്കെ, അത് 2 സ്റ്റെപ്പിൽ വരുന്നില്ല. ആദ്യം ഒരു സ്റ്റെപ്പും പിന്നെ ഇങ്ങനെ മേലോട്ടൊരു സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡോറിന്റെ ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇന്റീരിയറിൽ എന്തെല്ലാം ചെയ്തിട്ടുള്ളതാണ് കാണാനുള്ളത്. നമ്മൾ ഇന്റീരിയർ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? ഇന്റീരിയർ നമ്മൾ ബക്കറ്റ് സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്ത ക്ലോത്ത്. ഓക്കെ, സീറ്റിൽ നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു ലാവൻഡറിന്റെ മാച്ച് ആണ്. ഫുൾ ഇന്റീരിയർ കംപ്ലീറ്റ് നമുക്ക് ആ ഒരു കളർ തീമും കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ? ക്ലോത്തും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ഓരോ എലമെന്റ്സ് ഒക്കെ നമ്മൾ ലാവൻഡറിന്റെ തീമിലായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? പിന്നെ ഇത് മാറ്റി ആൻഡ്രോയിഡ് ഗിയർ നോബ്, സ്പാർക്കോന്റെ ഒരു ഗിയർ നോബ് ഉണ്ട്. അതേപോലെ അവിടെ നമുക്ക് സ്പീഡോമീറ്ററിന്റെ അവിടെ ഒരു റെക്സിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ ഈ സീറ്റിന്റെ അതേ മെറ്റീരിയൽ തന്നെ അല്ലേ? റൂഫ് നമ്മൾ ഫുൾ ബ്ലാക്ക് ക്ലോത്ത് ചെയ്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ഫുൾ നമ്മൾ ബ്ലാക്കിലായിട്ട് മാറിയിട്ടുള്ളതാണ്. മെയിനായിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് സീറ്റ് ഫുള്ള് നമ്മൾ ബക്കറ്റ് സീറ്റിൽ നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ആ എലമെന്റ്സ് ഒക്കെ നമുക്ക് ലാവൻഡറിലായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ആൻഡ്രോയിഡ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. അതേപോലെ അവിടെ നോക്കുകയാണെങ്കിൽ ആ സീറ്റിൽ കൊടുത്തിട്ട് അതേ റെക്സിൻ തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ നമ്മൾ ഇത് സ്റ്റോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ അതിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് കളറ്. അതേപോലെ ഇവിടെ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ബാങ്കറിന്റെ കിറ്റ് അല്ലെങ്കിൽ ഒരു ബട്ടൺ അവിടെ വരുന്നുണ്ട്. അത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ളതല്ലേ? പിന്നെ നമുക്ക് ബാങ്കർ ഓൺ മാത്രമേ സ്വിച്ച് വരുന്നുള്ളൂ. അപ്പോൾ അത് വാലോട്രോണിക് അല്ലാത്ത സ്ട്രൈറ്റ് തന്നെ വരുന്നത് എക്സോസ്റ്റ്. പിന്നെ നമ്മൾ എഞ്ചിൻ സൈഡിൽ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? എഞ്ചിനിൽ മാറ്റമില്ല, സ്റ്റോക്ക് തന്നെ. അപ്പൊ നമ്മള് ബാങ്കറിലാണ് ഈ ഒരു കളി മൊത്തം ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, ഈ ഒരു മൊഡ്യൂളാണ് ഈ ഒരു മൊഡ്യൂളാണ് മാറ്റം വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ബാങ്കർ കിറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ നമ്മളൊരു ബട്ടൺ വെച്ചിട്ടാണ് ഇത് ബാങ്കർ കിറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ എൻജിൻ ട്യൂണിങ് കാരണം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ബ്രോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് ഇത്രയും ലൗഡസ്റ്റ് എക്സോസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ ഒരു ബാങ്കർ കിറ്റ് മാത്രം കൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം ഒരു ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ വ്യൂവേഴ്സിന് കുറേ ആൾക്കാർക്ക് ബാങ്കർ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ബ്രോന്റെ രീതിക്ക് ഇപ്പോൾ എത്രത്തോളം ഒരു കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് 1 lakh രണ്ടും കൂടി 1 lakh എടുത്താണ് ഇപ്പോൾ ഈ ഒരു നമ്മളെ വണ്ടിക്ക് ആയത് വന്നിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഈ വണ്ടിയുടെ നമ്മുടെ ടോട്ടൽ ഒരു കോസ്റ്റ് പറയാൻ പറ്റുമോ? റിവീൽ ചെയ്യാൻ പറ്റുമോ? 10 lakhs നമ്മളെ വണ്ടിയുടെ റേറ്റ് കൂട്ടിയിട്ടോ? അല്ല, അത് കൂട്ടാതെ 10 lakhs വരുന്നുണ്ട്. അപ്പോൾ അത് വണ്ടി ഭ്രാന്തന്മാർക്ക് മനസ്സിലാവും എത്രത്തോളം വർക്ക് ഇതിൽ കയറിയിട്ടുണ്ട്, എത്രത്തോളം പ്രൈസ് വരാനും കാരണം അതൊക്കെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്ര കാലം നമുക്ക് ഈ ഒരു വണ്ടിയുടെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ബ്രോനെ പരിചയപ്പെട്ടതിലും വീഡിയോയിൽ വന്നതിലും സന്തോഷം. അപ്പോൾ മറ്റൊരു സ്ഥലം നമുക്ക് അല്ല കിടിലം വീഡിയോ കാണാം. അതുവരേക്കും ബൈ.